ആസ്ട്രോളജിയെ കമ്പയർ ചെയ്യുമ്പോൾ ഉം. ടാറോ കാർഡ്സ് കുറച്ചുകൂടെ ഒരു കോമൺ മാനിന് മനസ്സിലാകുന്ന ഉം. സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഉം. മനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ബേസിക്കലി ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് ഒരേ കാര്യത്തിലേക്കാണ്, ഒരു മനുഷ്യൻ്റെ ഹീലിങ്ങിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ഉം. ലെവലിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളിടത്താണ് ഉം. ടാരോയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. കർമ്മ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു സോളിനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ത് കാര്യത്തിനും കർമ്മ വരും. അതിപ്പം മോശമെന്നോ അല്ലെങ്കിൽ നല്ലതെന്നോ പ്രവൃത്തികളെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫ്യൂച്ചർ എന്നുള്ള കുഴഞ്ഞു മറിഞ്ഞു കിടക്കാതെ നമ്മൾ അതിനെ ഒരു അടുക്കും ചിട്ടയോടെ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. എന്താണ് കൃത്യത, ഏത് വിഷയമാണ് അറിയേണ്ടത്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ആസ്ട്രോളജറും ടാരറ്റ് കാർഡ് റീഡറുമായ ശില്പ നായരാണുള്ളത്. മാഡം നമസ്കാരം. നഷ്ടപ്പെടുകയോ ആശയക്കുഴപ്പത്തിലാകുകയോ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു വഴി കാണിക്കുന്ന ഒരു കാര്യമാണ് ടാരറ്റ് കാർഡ് റീഡിംഗ്. ശരിക്കും ഇതെങ്ങനെയാണ് ടാരറ്റ് കാർഡ് റീഡിംഗ് നമ്മളെ വഴി കാണിക്കുന്നത്? നമ്മൾ ടാരോ മാത്രമല്ല, ആസ്ട്രോളജി, ഈ ഒക്കൾട്ട് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നിഗൂഢശാസ്ത്രം കാണാൻ പറ്റാത്തതായിട്ടുള്ള നമ്മളുടെ മനസ്സിന്റെ സഞ്ചാരത്തിനെ അതിൻ്റെതായ ടെക്നിക്സ് കൊണ്ട് കണ്ടെത്തിയെടുക്കുന്ന ഒരു ശാഖയാണെന്ന് പറയാം. അപ്പോൾ പലപ്പോഴും നമ്മുടെ മൈൻഡ് അതാണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. ആ മൈൻഡിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ടെക്നിക്ക് അതാണ്. സൂചനകളാണ് കിട്ടുന്നത് ടാരറ്റ് കാർഡുകളിലൂടെ. സൂചനകള്, നിമിത്തങ്ങള്, പല കാര്യങ്ങളും നമുക്ക് ലഭിക്കും. അതിനെ സൂചന എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയാം. അതായത് നമ്മുടെ ഒരു ഭാവിയെ പറ്റിയുള്ള സൂചനകൾ കൂടുതലും ടാരോ കാർഡ് റീഡിങ്ങിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ വളരെ ആക്യുറസി ഉള്ളതായിട്ട് തോന്നാറുണ്ട്. നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ഷൻ വരുന്നത് പോലെ തോന്നാറുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആസ്ട്രോളജിയെ കമ്പയർ ചെയ്യുമ്പോൾ ടാറോ കാർഡ്സ് കുറച്ചുകൂടെ മനുഷ്യന് മനസ്സിലാകുന്ന, ഒരു കോമൺ മാനിന് മനസ്സിലാകുന്ന സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ മനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഗ്രഹങ്ങൾ നോക്കി ഒരു പാറ്റേൺ അനുസരിച്ച് ബർത്ത് ചാർട്ട് റീഡ് ചെയ്ത് നിമിത്തങ്ങളൊക്കെ വെച്ചിട്ട് പ്രശ്നം വെച്ചിട്ട് എടുക്കുന്നതാണ് ആസ്ട്രോളജി. അതും മനസ്സിനെ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ എടുക്കുന്ന ഒരു രീതിയിൽ ഒരു ജ്യോതിഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എത്രത്തോളം ഇതിനെ സൈക്കോളജിക്കൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ലെവലിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളിടത്താണ് ടാരോയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ടാരോ എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഫിനാൻസിലാണ് പ്രശ്നം, ആ പ്രശ്നം ഇന്ന ഒരു കാര്യം കൊണ്ടാണ്, നിങ്ങൾ അവിടെ ക്ലിയർ ചെയ്യൂ എന്നുള്ള പ്രാക്ടിക്കൽ റെമഡി അവിടെ പറഞ്ഞു തരാൻ പറ്റുന്നത് കൊണ്ട് ടാരോ കുറച്ചും കൂടെ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ബേസിക്കലി ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് ഒരേ കാര്യത്തിലേക്കാണ്, ഒരു മനുഷ്യന്റെ ഹീലിങ്ങിലേക്കാണ്. ആ ഹീലിങ്ങിലൂടെ അവന്റെ അപ്ലിഫ്റ്റ്മെന്റിലേക്കാണ്, അതായത് സോൾ എവല്യൂഷനിലേക്കാണ്. ചെറുതായിട്ട് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവനവനെ അറിയുന്നതിലേക്കാണ്. അപ്പം നമ്മളെ തന്നെ അറിയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള യാത്ര കുറച്ച് ഈസി ആവും. അതെ, നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അല്ലെ. നമ്മളതിനെ ഡെസ്റ്റിനി എന്നോ ഒക്കെ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫ് എന്ന് വരുന്ന കർമ്മയുടെ ഫലമായിട്ടൊരു യൂണിവേഴ്സൽ ജസ്റ്റിസ് ഉണ്ട്. ഈ യൂണിവേഴ്സൽ ജസ്റ്റിസ് നമുക്ക് എന്താണ് എന്ന് അറിയില്ല. കാരണം നമ്മുടെ ലൈഫിനെ ഇപ്പം നമ്മളൊരു മൂവി, യൂട്യൂബിൽ നിങ്ങളൊരു മൂവി കാണുന്നത് പോലെ വിചാരിക്കുക. ആ മൂവിയുടെ ഒരു 12ാമത്തെ മിനിറ്റിലായിരിക്കും നമ്മുടെ ഈ ലൈഫ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ഈ ലൈഫിനെ നമുക്ക് ആ മിനിറ്റിൽ മാത്രം നിന്നേ കാണാൻ പറ്റുന്നുള്ളൂ. ടൈം ട്രാവൽ ചെയ്യാൻ നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സിനിമ കാണുമ്പോൾ എങ്ങനെയാണ്, ആ 12ാമത്തെ മിനിറ്റിൽ നിന്ന് ആദ്യത്തെ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് സ്ക്രോൾ ചെയ്ത് ആ ബാറ് മാറ്റുമ്പോൾ മിനിറ്റ് 1ലേക്ക് നമ്മൾ പോയി തുടക്കം എന്തായിരുന്നു എന്ന് പെട്ടെന്ന് കയറി വരുന്ന ഒരാൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ തുടക്കം ഉള്ളതുകൊണ്ടാണ് ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അല്ലേ, ഒരു മൂവി ആയിട്ട് കാണുമ്പോൾ. അപ്പം നമ്മുടെ ലൈഫിൽ
ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ സാഹചര്യം വരുന്നത്, ഈ വ്യക്തി എന്തുകൊണ്ട് വന്നു, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്വഭാവം വന്നു, ഇതൊക്കെ നമുക്ക് അറിയില്ല. നമ്മുടെ തുടക്കം, നമ്മുടെ മിനിറ്റ് 1 എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ജന്മമോ മുമ്പുള്ള പല ജന്മങ്ങളോ നമുക്ക് പോയി കാണാൻ അറിയില്ല. അതുപോലെ തന്നെയാണ് ഈ മൂവിയുടെ ക്ലൈമാക്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ മുഴുവൻ കാണാൻ നമുക്ക് സമയമില്ല, എന്നാലും ക്ലൈമാക്സ് ഒന്നും അറിയാം, സ്ക്രോൾ ചെയ്താൽ മതി അല്ലെ, ആ ടൈം ലൈനിലേക്ക് കൊണ്ടെത്തിച്ചാൽ മതി. പക്ഷെ നമ്മുടെ ലൈഫിന്റെ ക്ലൈമാക്സ് നമ്മൾ ജീവിച്ച് തന്നെ തീർക്കണം. അതെന്താണെന്ന് അറിയില്ല, പക്ഷെ അതവിടെ ഉണ്ട് ഓൾറെഡി. അപ്പം ഈ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ലെങ്കിലും ഇതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാം അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം, അതിന്റെ ഏറ്റവും കർമ്മ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു സോളിനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് നമ്മളെ അറിയുന്നതിലൂടെ നമ്മൾക്ക് ഏറ്റവും മിനിമം കർമ്മ വരുന്ന രീതിയിൽ എന്ത് കാര്യത്തിനും കർമ്മ വരും. അതിപ്പം മോശമെന്നോ അല്ലെങ്കിൽ നല്ലതെന്നോ പ്രവൃത്തികളെന്ന് പറയാൻ പറ്റില്ല. എന്ത് ചോയ്സിനും അവിടെ കോൺസിക്വൻസ് ഉണ്ട്, ഒരു റെപ്പകഷൻ ഉണ്ട്, നമ്മുടെ ചോയ്സസിനെല്ലാം ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഒരു ബാഡ് കർമ്മ ആവാതെ കൊണ്ടുപോവാം എന്നുള്ളത് നമുക്ക് ഈ യൂണിവേഴ്സൽ ജസ്റ്റിസ് മനസ്സിലാക്കുമ്പോഴും നമ്മളെ മനസ്സിലാക്കുമ്പോഴും അറിയാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഉപാധികളായിട്ട് നമ്മളെ അറിയാൻ വേണ്ടി കൂടുതൽ ഈ വിഷയങ്ങളെ ആശ്രയിക്കുകയാണെങ്കിൽ ജീവിതം കുറച്ചും കൂടെ എളുപ്പമായി കൊണ്ടുപോവാം. ഇപ്പൊ നമ്മളൊരു പ്രഡിക്ഷനായി മാത്രം ഇതിനെ കണ്ട, ഓഫ് കോഴ്സ് ഇതിന് പ്രഡിക്ഷൻസ് ഉണ്ട്. കാര്യം ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറയുന്ന ക്ലൈമാക്സുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ടാരോയിൽ ആസ്ട്രോളജിയിൽ നമുക്ക് പറയാൻ പറ്റും. അതങ്ങനെയാണ് ആ ശാസ്ത്രം. പക്ഷെ അങ്ങനെ മാത്രമായി നമ്മൾ അതിനെ ചുരുക്കുമ്പോൾ ഇന്നില്ലാതെ നാളെ ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കി ഇന്നിനെ എങ്ങനെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാം, അതിന് ഇത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ ലളിതമാക്കാൻ സാധിക്കും. അതെ, ഇപ്പോൾ ഇതുപോലെ ഒരാള് ശില്പയുടെ അടുത്ത് കാർഡ് റീഡിങ്ങിന് വരുവാണ്. അപ്പോൾ അയാളുടെ ഒരു ഫ്യൂച്ചർ അറിയണമെന്നുണ്ടെങ്കിൽ അതെ, ഈ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? നമുക്ക് ഇപ്പം എത്ര 70+ കാർഡ്സ് ഉണ്ട്, 78 കാർഡ്സ്. അതെ, അപ്പൊ അത് ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് അപ്പൊ അത് നമ്മുടെ ഗ്രഹനില നോക്കിയോ അങ്ങനെയൊക്കെയാണോ? അതെ, ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റൈല് ഇന്റർപ്രിട്ടേഷൻ ആസ്ട്രോളജിയും ടാരോയും രണ്ടും കൂടെ ഞാൻ നോക്കിയിട്ടാണ് കൊടുക്കുക. ഒരു വ്യക്തി ഫ്യൂച്ചർ അറിയുക എന്ന് വന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കണം. ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വന്ന് പറയുന്ന എനിക്ക് ഫ്യൂച്ചർ അറിയണം, അവരുടെ ഉദ്ദേശം കരിയർ ആയിരിക്കാം. ചിലവർക്ക് എൻ്റെ ഭാവി എന്താവും അത് അവരുടെ മാരേജിനെ കുറിച്ചായിരിക്കാം. ഇനി ചിലവർക്ക് ഇതെല്ലാം ആയിരിക്കാം. അപ്പൊ ആദ്യം കാറ്റഗറൈസ് ചെയ്യണം. കരിയർ, അതിന് ഫ്യൂച്ചർ ഉണ്ട്. ഫിനാൻസ്, അതിന് ഫ്യൂച്ചർ ഉണ്ട്. ഹെൽത്ത്, വെൽത്ത്, നിങ്ങളുടെ സോൾ പർപ്പസ് ഉണ്ട് അല്ലെ, നിങ്ങളുടെ റിലേഷന് ഫ്യൂച്ചർ ഉണ്ട്, നിങ്ങളുടെ സ്വഭാവത്തിന് പേഴ്സണാലിറ്റിക്ക് ഫ്യൂച്ചർ ഉണ്ട്, നിങ്ങളുടെ സ്പിരിച്വാലിറ്റിക്ക് ഫ്യൂച്ചർ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫ്യൂച്ചർ എന്നുള്ള കുഴഞ്ഞു മറിഞ്ഞു കിടക്കാതെ നമ്മൾ അതിനെ ഒരു അടുക്കും ചിട്ടയോടെ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. എന്താണ് കൃത്യത, ഏത് വിഷയമാണ് അറിയേണ്ടത്. അപ്പൊ ഇല്ല എനിക്കെല്ലാം അറിയണം എങ്കിൽ നമ്മൾ ഓരോ വിഷയത്തെയും തുടങ്ങും. അവിടെ ആസ്ട്രോളജി ഞാൻ ആ വ്യക്തിയുടെ ബർത്ത് ചാർട്ട് എടുക്കും, ഡെവലപ്പ് ചെയ്തിട്ട് 1ാം ഭാവത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്, ലഗ്നത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്.